ദൈവം നിങ്ങൾക്കായി ഒരു സമയം വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ ഒരു അത്ഭുതം കർത്താവ് നിന്റെ ഉള്ളം കൈകളിൽ കൊണ്ടുതരും. അത് നേരത്തെ ആകത്തുമില്ല, വൈകത്തുമില്ല. അതിനെയാണ് തക്ക സമയം എന്ന് പറയുന്നത്. സഭാപ്രസംഗി 3-ാം അധ്യായം 1-ാമത്തെ വാക്യം, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. സഹോദരന്റെ വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിലേക്ക് കർത്താവ് വരുമ്പോൾ സഹോദരിമാർ ദുഃഖത്തോടെ പറയുന്ന വാക്കുകളുടെ സാരാംശം ഇങ്ങനെയാണ്: നാഥാ, വൈകിപ്പോയി എന്ന നിരാശയുടെ വാക്കുകൾ നാമും പലപ്പോഴും പറയാറുണ്ട്. എൻ്റെ സമയം കഴിഞ്ഞുപോയി. എന്നാൽ കർത്താവ് ആ കല്ലറയ്ക്കൽ മുൻപിൽ നിന്ന് പറയുന്ന വാചകമുണ്ട്: ലാസറേ, പുറത്തു വാ. കല്ലറയ്ക്കൽ വെച്ച് 4 ദിവസമായ നാറ്റം വെച്ച ശരീരം ജീവനോടെ പുറത്തു വന്നു. ഇതാണ് അത്ഭുതം. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ട ജീവിതങ്ങളെ, കുറ്റാരോപണങ്ങളാൽ നാണം കെട്ട ചിലരുണ്ട്, ചിലരാൽ ഒതുക്കപ്പെട്ടവരുണ്ട്, എല്ലാം നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടവരുണ്ട്. പുറത്തിറങ്ങാൻ കഴിയാതെ നിങ്ങൾ ഇന്ന് കല്ലറയ്ക്ക് തുല്യമായി അകത്താണെങ്കിൽ ഇന്ന് കർത്താവ് പറയുന്നു: നീ പുറത്തു വാ. നീ അവിടെ നിന്നും പുറത്തു വരുന്നതാണ് അത്ഭുതം. ലോകം പറയും നിന്റെ സമയം കഴിഞ്ഞടാ. പക്ഷേ ആ സമയത്ത് ദൈവം നിനക്കായി ഒരു വഴി തുറക്കാൻ പോകുക. നീ ആഗ്രഹിക്കുന്ന സമയത്ത് നടക്കുന്നതല്ല അത്ഭുതം. ദൈവം നിശ്ചയിക്കുന്ന സമയത്ത് നടക്കുന്നതാണ് അത്ഭുതം. അത് നിന്റെ ജീവിതത്തിലും ഇന്നത് സംഭവിക്കും. ആമേൻ.